സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗ്രഹവൈദ്യ അറിവുകളിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് പ്രധാനപ്പെട്ട ഒരു വിഷയം, എന്നാൽ ഇന്ന് പരക്കെയുള്ള ഒരു പ്രശ്നമാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ ഈ നിമിഷം നിങ്ങളുമായി പങ്കുവയ്ക്കുക. പിത്താശയ സഞ്ചിയിലെ കല്ല്, പിത്താശയത്തിലെ തടിപ്പ് എങ്ങനെ പരിഹരിക്കാം? പിത്തരസം ശേഖരിച്ച് വെച്ച് ആവശ്യാനുസരണം ചെറുകുടലിലേക്ക് കടത്തിവിടുന്ന ചെറിയ ഒരവയവമാണ് പിത്തസഞ്ചി അഥവാ പിത്താശയം. ഗാൾ ബ്ലാഡർ എന്ന് പറയും. കരടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു അവയവമാണ്. ഇതിലെ ബൈലാണ് നമുക്ക് ദഹനരസം പുറപ്പെടുവിക്കുന്നത്. ആ ബൈല് കൂടിയാലും കുഴപ്പമാണ്, മഞ്ഞപ്പിത്താവും രക്തത്തിലേക്ക് കലർന്നാൽ. കൂടാതെ കാൽസ്യം സ്വരൂപിച്ച് പിത്തസഞ്ചിയിലെ കല്ലാവും, കല്ലുപോലെ രൂപപ്പെടാം. അതിന് പൊടിഞ്ഞ് പുറത്തേക്ക് പോകാനുള്ള വഴിയില്ല. നമുക്ക് മൂത്രസഞ്ചിയിൽ പോകുന്ന പോലെ വഴിയില്ല. അപ്പം അതുകൊണ്ട് കല്ലുരുക്കി എന്ന് പറയുന്നൊരു ചെടിയുണ്ട്. ചെടി വീഡിയോയിലിടാം. അത് ചുവടെ പറിച്ചെടുത്ത് കുഞ്ഞു തൈ മതി, വേരോടുകൂടി കഴുകി നന്നായിട്ട് അരച്ച് ഇത്തിരി പാലിൽ രാത്രി കിടക്കാൻ നേരത്തെ ദിവസവും കഴിക്കുക. ഒരു മാസം 1.5 മാസം അടുപ്പിച്ചും കഴിക്കുക. കഴിഞ്ഞിട്ടൊരു 3 മാസം കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടെ കഴിക്കുക. നല്ലതാണ്. ആ കല്ലെല്ലാം പൊടിഞ്ഞു പോവുകയും അതിലെ കൊഴുപ്പിനെ തടയുകയും തടിപ്പുണ്ടെങ്കിൽ അതിനെ കുറയ്ക്കുകയും ഒക്കെ ചെയ്യും. കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ഇതാണ്. അപസ്മാരത്തിനുള്ള ഒരു ഔഷധ ചെടി കുമ്പളങ്ങയാണ്. കുമ്പളങ്ങ നീര് തേൻ ചേർത്ത് കഴിച്ചാൽ ഒത്തിരി ശമനം ഉണ്ടാകും. ഇന്നത്തെ ചോദ്യം, അരിമ്പാറയ്ക്കുള്ള ഒരു ഔഷധ ചെടി ഏത്? ഉത്തരങ്ങൾ തരിക. നിങ്ങൾ ഒത്തിരി പേർക്ക് ഷെയർ ചെയ്യുക. ധാരാളം ആളുകൾ കാണുന്നുണ്ട്. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.